ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് നമുക്ക് അരി അരച്ച് 1 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 കപ്പ് അരിക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാനിപ്പോൾ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇങ്ങനെ അരി സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ അരച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പം ചുടാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നേരം വെളുത്തു. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. കണ്ടോ, നമ്മുടെ അരിയൊക്കെയും വളരെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചിട്ട് കാണാമേ. ഇപ്പോൾ മാവ് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അപ്പത്തിൻ്റെ ഉള്ള മാവ് എല്ലാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ കൂടുതലായിട്ട് മധുരമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്കോ സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിനകത്ത് നമുക്ക് മാവ് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെച്ചെന്നാലും പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണേ. അപ്പം നമ്മൾ ഒരുമിച്ച് ഇളക്കി ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ പാലപ്പം ചുടുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഞാൻ ഒരു ബൗളിലോട്ട് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തണുത്ത് പോയാലും കട്ടി പിടിച്ചൊന്നും പോകത്തില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം ഈ ടിപ്പ് നമ്മളെപ്പോഴും ഈ പാലപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 തവി അളവിൽ
മാവ് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ഒരു അര മിനിറ്റ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഒരു അര മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. ഇപ്പോൾ ഒരു അര മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി അപ്പങ്ങളും ഇങ്ങനെ ചുട്ടെടുക്കാം. അടുത്ത പാലപ്പവും റെഡി ആയിട്ടുണ്ട്. അടുത്ത അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരി അരച്ച് 1 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിരുന്നു ഞാനിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.